സുന്ദര ശീതള കിരണം വീശും സുവിശേഷം പരമാനന്ദം. സുന്ദര ശീതള കിരണം വീശും സുവിശേഷം പരമാനന്ദം. സർവജനത്തിനും ഏകണമേ ദൈവസുധാമി കരുണയോടെ. സർവജനത്തിനും ഏകണമേ ദൈവസുധാമി കരുണയോടെ. ദൈവസുധാമി കരുണയോടെ. സുന്ദര ശീതള കിരണം വീശും സുവിശേഷം പരമാനന്ദം. വിദ്വേഷം പക എന്നിവയാലെ കലുഷിതമായൊരു ലോകത്തെ. വിദ്വേഷം പക എന്നിവയാലെ കലുഷിതമായൊരു ലോകത്തെ. സ്നേഹം വഴിയായി ജയിക്കാനായി തുണയേകണമേ മിശിഹായേ. സ്നേഹം വഴിയായി ജയിക്കാനായി തുണയേകണമേ മിശിഹായേ. സുന്ദര ശീതള കിരണം വീശും സുവിശേഷം പരമാനന്ദം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടി കർത്താവ് നമുക്കായി നൽകി. ഇന്നത്തെ തിരുവചനം, അനുദിന വചനം. ഇഫ് ദ സൺ ഷാൽ മേക്ക് യു ഫ്രീ, യു ഷാൽ ബി ഫ്രീ ഇൻഡീഡ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. ആത്മാവൻ ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. കാരാഗ്രഹങ്ങൾ പോലെയുള്ള ഭവനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ഭവനങ്ങൾ ദൈവഭവനമാക്കണമെങ്കിൽ ദൈവവചനമാകുന്ന സത്യം നമ്മളെ സ്വതന്ത്രരാക്കണം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ഈ സത്യത്താൽ അവിടുന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്നു. ഇന്ന് ഒട്ടുമിക്ക വീടുകളും ഇന്ന് കാരാഗ്രഹം പോലെയാണ്. ഈ കാരാഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? തടവുപുള്ളികൾ ഓരോരുത്തരും വ്യത്യസ്തമായ മുറികളിൽ ബന്ധനസ്ഥരായി കഴിയുന്നു. അവർ പരസ്പരം കാണുന്നില്ല, സംസാരിക്കുന്നില്ല, സ്നേഹം പങ്കിടുന്നില്ല. ഇന്നത്തെ വീടുകളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലേ? മാതാപിതാക്കന്മാർ തങ്ങളുടെ ലോകത്തിൽ സഞ്ചരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഡിജിറ്റൽ ലോകത്തിൻ്റെ മാസ്മരിക ശക്തിയിലും ഭൗതിക സുഖങ്ങളിലും മുഴുകി മറ്റൊരു ലോകത്തിൽ സഞ്ചരിക്കുന്നു. പരസ്പരം മുഖാമുഖം കാണുന്നതിനോ സ്നേഹം പങ്കുവയ്ക്കുന്നതിനോ ആർക്കും സമയമില്ല. ഓരോരുത്തരും കാരാഗ്രഹത്തിലാണ്. ശരിയല്ലേ? അല്ലേ? പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, തല്ലിക്കളിച്ചാണ് വളർന്നത്. ഇന്നിപ്പോൾ അണുകുടുംബമാണ്, സ്കൂട്ടർ ഫാമിലി എന്നൊക്കെ പറയും. പക്ഷെ പണ്ടുള്ള കുടുംബത്തേക്കാൾ കൂടുതൽ പ്രശ്നം ഈ സ്കൂട്ടർ ഫാമിലിയില്ല.
സ്തോത്രം. പണ്ടുള്ള അപ്പനും അമ്മയൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നോ സ്തോത്രം, ഒരെണ്ണം ഉണ്ടായിട്ട് അതിനെ വളർത്താൻ സാധിക്കാത്ത മാതാപിതാക്കളുണ്ട്. കാരാഗൃഹത്തിലാണ്, ബന്ധനത്തിലാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 37:15 ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. പ്രഭുക്കന്മാർ യിരെമ്യാവിനോട് കോപിച്ച് അവനെ അടിച്ച് രായസക്കാരനായ യോനാഥന്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗൃഹമാക്കിയിരുന്നു. സ്തോത്രം. സ്ത്രീധനത്തിന്റെ പേരിൽ പല പെൺമക്കളെയും അടിച്ചൊതുക്കി ഭർത്താവിൻ്റെ വീട് ഒരു കാരാഗൃഹമാക്കി വെച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമാനെ, നിന്റെ ഭാര്യയെ വിട്ടയക്കുക. ആ മകൾക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു രക്തം ചിന്തി അവളെ സ്വതന്ത്രരാക്കിയതാണ്. നിന്റെ ഭവനം പിശാചിന്റെ ഭവനമാക്കി മാറ്റരുത്, ദൈവഭവനമായി മാറട്ടെ. യോനാഥന്റെ ഭവനത്തെ കാരാഗ്രഹമാക്കി എന്ന് നാം വായിച്ചു അല്ലേ? ഇന്ന് നാം നമ്മുടെ ഭവനങ്ങൾ കാരാഗ്രഹമാക്കിയിട്ടുണ്ടോ? ഒരു ഭവനം കാരാഗ്രഹമായാൽ ഭവനത്തിലുള്ളവരെല്ലാം ബന്ധനത്തിലായിരിക്കും. സ്തോത്രം. പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇതിലൊരു ആത്മീയ രഹസ്യം കൂടിയുണ്ട്. ഭവനം പല വിധത്തിലും കാരാഗ്രഹമായി അനുഭവപ്പെടാം. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴല്ലോ എല്ലാവരും ഭയങ്കര ഭക്തരാണ്. അധരജൽപ്പനം കൊണ്ട് നേരം വെളുത്ത വൈകുന്നവരെ അധരജൽപ്പനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, ഹൃദയം എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ്. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല നിന്റെ ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യർത്ഥമായ അധരജൽപ്പനം, വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിന്റെ കാരാഗ്രഹത്തിലാണ്. സ്തോത്രം. ഈ പട്ടിക്കൊരു പ്രത്യേകതയുണ്ട്, ഛർദിച്ചു വെച്ചതിൽ വീണ്ടും തിരിഞ്ഞു പോകുമെന്നുള്ളത്. അതുപോലെ വ്യർത്ഥമായ പലതും, ദൈവത്തിന്റെ വചനത്തിന് യോജിക്കാത്ത പലതും ആ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചത് കർത്താവ് യേശുക്രിസ്തുവാണ്. സ്തോത്രം. എന്നാൽ പണ്ടുണ്ടായിരുന്ന പല ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നിന്റെ കയ്യിരിപ്പുണ്ടോ? ഇപ്പോഴും നിന്റെ കയ്യിലിരിപ്പുണ്ടോ? ഒരു സിമ്പിൾ ഉദാഹരണം പറയട്ടെ. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ ഈ 28 കെട്ടുന്ന ഒരു പരിപാടിയില്ലേ? വീണ്ടും ജനിച്ച മകനെ, നിന്റെ കുഞ്ഞിന് ഈ 28 കെട്ട് നീ കെട്ടുന്നുണ്ടെങ്കിൽ അത് ജാതിയരുടെ പരിപാടിയാണ്. സ്തോത്രം. കുഞ്ഞിന്റെ അര ഒതുക്കാനാ കെട്ടുന്നത്. അര ഒതുക്കിയിട്ടാ കർത്താവ് വിട്ടത്. സ്തോത്രം. വളരും തോറും ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമോ? സ്തോത്രം. എവിടെ നിന്ന് അഴിച്ചെന്ന് ഓർത്തോളൂ. ഏത് ബന്ധനത്തിൽ നിന്ന് കർത്താവ് അഴിച്ചെന്ന് ഓർത്തോളൂ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പറഞ്ഞാലും തലേ കയറത്തില്ല ചില സാധനങ്ങളുടെ. ഭവനത്തിലുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നിന്ദയോടും പരിഹാസത്തോടും അവഹേളനയോടും പെരുമാറിയാൽ ഭവനം കാരാഗ്രഹമാകും. ഭവനത്തിലുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നിന്ദയോടും പരിഹാസത്തോടും അവഹേളനത്തോടും പെരുമാറിയാൽ ഭവനം എന്തായി മാറും? കാരാഗ്രഹമാകും. അങ്ങനെ എത്രയോ ഭവനങ്ങൾ നീ തന്നെ നരമാക്കി വെച്ചിരിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അവിടെ കമ്പമാണെങ്കിൽ നിന്റെ കുടുംബം തൃശ്ശൂർ പൂരമായിരിക്കും, ഇടിക്കെട്ടും വെടിക്കെട്ടുമായിരിക്കും. ഭവനം കാരാഗ്രഹമായാൽ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ താല്പര്യം കുറയും. ഭർത്താവാണെങ്കിൽ ഭാര്യ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കും. സ്തോത്രം. കാരണം ഭൂമുഖവാതുക്കൾ സ്നേഹം വിടർത്തുന്ന ഒരു പൂന്തിങ്കൾ വീട്ടിലിരിപ്പുണ്ട്. ചില ഭാര്യമാർക്ക് ഭയങ്കര ക്രാണശക്തിയാണ്. പട്ടി പോലും തോറ്റുപോകും. കുടിക്കാത്തവനെ പോലും കുടിപ്പിക്കും. ഇപ്പം എന്നെ കേൾക്കുന്ന ഭാര്യമാരെ കുറിച്ചല്ല, ഈ കേൾക്കാതെ കണ്ട് മനഃപൂർവ്വം മാറിപ്പോകുന്നില്ല. ആ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത്. ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭവനം കാരാഗ്രഹമാകരുത്. സ്തോത്രം. വീട്ടിൽ സമാധാനമില്ലെങ്കിൽ സമാധാനം തേടി പെൺകുട്ടിയാണെങ്കിൽ അവൾ ലോകസ്നേഹത്തിൻ്റെ പുറകെ പോവും. ആൺകുഞ്ഞാണെങ്കിൽ അവൻ മദ്യപാനത്തിൻ്റെയും വെറിക്കൂത്തിൻ്റെയും പുറകെ പോകും. സ്തോത്രം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലുണ്ട്, എന്നാൽ പലരുമായി ബന്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥയായി പറയുന്നു. ഭാര്യയും ഭർത്താവും മുകളിൽ താമസിക്കുന്നു, അവരുടെ മാതാവും പിതാവും താഴെ താമസിക്കുന്നു. അവരുടെ സുഖവിവരങ്ങൾ തിരക്കുവാനോ സംസാരിക്കുവാനോ ആർക്കും സമയമില്ല. സ്തോത്രം. ചിലരൊക്കെ അതിരുകൾ വിശാലമായി കഴിഞ്ഞാൽ വൃദ്ധരായ മാതാപിതാക്കൾ അധികപ്പറ്റ, അതുകൊണ്ട് അതുങ്ങളെ കൊണ്ട് വൃദ്ധമന്ദിരത്തിൽ തള്ളും. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് നീ വീട്ടിൽ കുത്തിയിരുന്ന് നീ കിടന്നുറങ്ങുന്നെങ്കിൽ ലൂസിഫർ നിനക്ക് മരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭവനങ്ങൾ കാരാഗ്രഹങ്ങൾ തന്നെ. മറ്റൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, അനുഗ്രഹം കൊണ്ട്
2 നില വീടായി. ഇത് 2 നില അല്ലായിരുന്നെങ്കിൽ 1 നില 2 നില ആക്കിയേനും. ഒരിക്കലും ഞാൻ തൃശ്ശൂർ ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് വെഞ്ചരിക്കാനായിട്ട് പോയി. 2 നിലയുള്ള വീടാണ്. മുകളിലത്തെ നിലയിൽ ഭർത്താവ്, താഴത്തെ നിലയിൽ ഭാര്യ. സ്തോത്രം. 2 നിലകളിലാണ്. മറ്റൊരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ കർത്താവിന് നിന്ദ്യമായ ശില്പവേല കൊത്തി വാർത്തുണ്ടാക്കിയ വിഗ്രഹം വീട്ടിലിരിപ്പുണ്ട്. ഒത്തിരി മുറികളുണ്ട്. ബിസിനസ് ഡൗൺ ആയപ്പോൾ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതാണ്. അന്ന് ഈ ഭവനങ്ങൾക്ക് വീട് കയറി ഓരോ മുറിയും വെഞ്ചരിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ മുറികളിങ്ങനെ വെഞ്ചരിച്ച് വരുന്ന സമയത്ത് ഒരു മുറി അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അങ്കിള് ഈ മുറി ഒന്ന് തുറക്കണം. അപ്പം അതിലൊന്നില്ല ഫാദർ. തൃശ്ശൂർ ഭാഗത്താണ്. അതിലൊന്നില്ല ഫാദർ. ഞാൻ പറഞ്ഞില്ലേ, ഈ മുറി ഒന്ന് തുറന്നു കാണണം, ഒന്ന് വെഞ്ചരിക്കണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, തുറക്ക മനുഷ്യ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തള്ളുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ ഈ മനുഷ്യൻ്റെ ആ മുറി തുറന്നപ്പോൾ അവിടെ കണ്ടത് ശ്രീകൃഷ്ണൻ്റെ, ഗണപതിയുടെ, പിന്നെ കർത്താവിൻ്റെ ഒരു ഫോട്ടോ ആ ഭവനത്തിൽ വെച്ചു പൂജയുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാവോ? ബിസിനസ് ഫ്ലറിഷ് ആകാൻ. കുറച്ച് നാൾ വിശ്വാസം നിന്ന് കൊണ്ടു കിടക്കും, പിന്നെ അവൻ്റെ അടിമയാക്കി കളയുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദൈവം വെറുക്കുന്ന പല ബന്ധനത്തിലാണ് ചില വ്യക്തികൾ. സഹോദരി സഹോദരന്മാരോട് സ്നേഹമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക, ഭവനം സാത്താൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ മക്കൾ തമ്മിൽ സംസാരിക്കാതെ അവരടിച്ച് വെറുപ്പോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. അത്ര കുറഞ്ഞ പുള്ളികളൊന്നുമല്ല. അത്യാവശ്യം നരകത്തിൽ പോകാനുള്ള സ്റ്റാൻഡേർഡ് എല്ലാവർക്കും ഉണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ ആ ഭവനം സാത്താൻ്റെ അധീനതയിലുള്ള കാരാഗ്രഹങ്ങൾ തന്നെ. ഭവനങ്ങൾ മാത്രമല്ല, പല സോക്കോൾഡ് സഭകളെന്ന് പറയുന്ന കൂട്ടായ്മകൾ, ചില കൂട്ടായ്മകളൊക്കെ കാരാഗ്രഹമാണ്. കുറിവാക്കി മറന്നു പോകരുത് കേട്ടോ. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി. എന്നാൽ വ്യർത്ഥമായ പല ആചാര അനുഷ്ഠാനങ്ങൾ കാരണം ഇന്നും നീ കർത്താവിൻ്റെ മക്കളെ പല ആചാര അനുഷ്ഠാനങ്ങൾ കെട്ടിക്കുരുക്കിയിട്ടിരിക്കുകയാണ്. മദ്യപാനത്തിനും അടിമകളായാൽ ഭവനം കാരാഗ്രഹം തന്നെ. സ്തോത്രം. ഇന്ന് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത് മക്കൾ മദ്യപാനത്തിന് ബന്ധനസ്ഥരാണ്, അടിമകളാണ്. ഏതെല്ലാം ബന്ധങ്ങളാണ് ഭവനം കാരാഗ്രഹമാക്കിയിരിക്കുന്നത്. യോനാഥൻ്റെ വീട് കാരാഗ്രഹമാക്കി. അവിടെ കിടന്ന് ഇരമ്യ പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ഇരമ്യ 37:20. ആകയാൽ യജമാനായ രാജാവേ കേൾക്കണമേ, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ വീണ്ടും അവിടെ അയക്കരുതേ. ഹല്ലേലൂയ. മറ്റു ഭവനത്തിൽ നിന്ന് വിവാഹിതയായി വന്ന ചില ഭാര്യമാർ, ചില സഹോദരിമാർ ഈ ഒരു അവസ്ഥയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകമറിയുന്നില്ല. ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും കൂടി, ഭർത്താവിൻ്റെ മാതാപിതാക്കളും കൂടി ഈ മകളോട് ചെയ്യുന്ന ക്രൂരത ആരോട് പറയാന്? ആ അവസ്ഥയിൽ കിടന്ന് കരയുന്ന പലരുമുണ്ട്. സ്തോത്രം. എന്നിട്ട് നീ ഹല്ലേലൂയ സ്തോത്രം എന്നും പറഞ്ഞ് വലിയ ഭക്തി മാർഗത്തിൽ നടക്കുന്ന വീട്ടിലെ ഭൂതമേ, നിന്നിൽ വ്യാപരിക്കുന്നത് ദുരാത്മശക്തിയാണ്. ഇരമ്യാവിനെ പോലെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? ജോസഫ് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിലായി. ജോസഫ് ജയിൽ കിടന്ന പാനപാത്രവാഹകനോട് പറഞ്ഞതെന്താണെന്നറിയാവോ? ഉൽപ്പത്തി 40:14. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നാൽ 2 വർഷം ജോസഫ് പിന്നെയും അവിടെ കിടക്കേണ്ടി വന്നു. എന്നാൽ ഈ കാരാഗ്രഹത്തിൽ നിന്ന് തൻ്റെ ദൈവം തന്നെ വിടുവിക്കുമെന്ന ദർശനം ജോസഫിനുണ്ടായിരുന്നു. വീണ്ടും ഉൽപ്പത്തി 41 നാം വായിക്കുന്നത് 41:14. ഉടനെ ഫറവോൻ ആളയച്ച് ജോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി, കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷവരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ ഭവനത്തിൽ ഇറങ്ങി ആ കുണ്ടറയിൽ നിന്ന് നിന്നെ വിടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചാൽ നമ്മുടെ ഛായ മാറും, രാജകീയമായ അങ്കി നമുക്ക് ലഭിക്കും. കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്.
ഹല്ലേലൂയ. ചില മക്കളെ ഇപ്പോഴും ഫറവോന്റെ ഭവനത്തിലെ അടിമത്തത്തിൽ ഇട്ടിരിക്കുന്നത് സ്തോത്രം ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച് മുൻപിൽ നിൽക്കുന്ന ചില ആത്മീയ നേതാക്കളാണ്. സ്തോത്രം. ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ മറച്ചു വെച്ച് മുൻപിൽ നിൽക്കുന്ന അച്ഛന്മാറിയാൽ കർത്താവ് വെളിപ്പെടും. നീ സ്വതന്ത്രയാകും. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് ഏതെങ്കിലും പാവങ്ങളാൽ സാത്താൻ ബന്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ഏതെങ്കിലും പാവങ്ങളാൽ സാത്താൻ ബന്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രതിസന്ധികളാൽ ബന്ധനസ്ഥ അവസ്ഥയിലാണോ? കാരാഗ്രഹങ്ങളെ സ്തുതിഗീതങ്ങൾ ഉയരുന്ന ഉല്ലാസഭവനമായി നാം മാറ്റണം. ആ ഒരു ഉത്തരവാദിത്വം കർത്താവ് മകനെ മകളെ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ആരും നിന്റെ കൈ കെട്ടാൻ അനുവദിക്കരുത്. കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട പത്രോസും പൗലോസും സ്തുതിഗീതങ്ങളാൽ കാരാഗ്രഹത്തെ പൂമെത്തയാക്കി. ഇല്ലേ? ഇതൊക്കെ ചരിത്രമാണ്, അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ആയതിനാൽ കാരാഗ്രഹവാതിലുകളെ ദൈവം അവർക്ക് വേണ്ടി തുറന്നുകൊടുത്തു. സ്തോത്രം. പുത്രനായ യേശുവിൽ കൂടിയാണ് കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെടുക. യേശുക്രിസ്തു മുഖാന്തരമാണ് സ്വാതന്ത്ര്യം വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കുറിവാക്യം ഒന്നുകൂടി വായിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. ആ സ്വാതന്ത്ര്യത്തിൽ അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ മൂകവിഗ്രഹങ്ങളുടെ മുൻപിൽ നിന്ന് ഞങ്ങൾ വിടുവിച്ചതിനായി സ്തോത്രം. അവിടുത്തെ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞ് ഫറവോൻ ഒരുക്കി വെച്ചിരിക്കുന്ന വ്യർത്ഥമായ അതര ജൽപ്പന ആരാധനയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന യഥാർത്ഥ സഭയിലെ അംഗങ്ങളായി അങ്ങേ ജീവനോടെ ആരാധിക്കാൻ തരുന്ന വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിൽ മക്കൾ വളരുവാൻ യൗവനത്തിൽ തന്നെ അവിടുത്തോട് ചേർന്ന് നടക്കും മക്കളെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ അന്ത്യത്തോളം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ സ്വർഗീയ വരദാനങ്ങൾക്കായി സ്തോത്രം. ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടുന്ന് പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള അനേകരുണ്ട് കർത്താവേ. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന ബന്ധനത്താൽ സ്തോത്രം വേദന അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ആ ഭവനങ്ങളിൽ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന പല ഭവനങ്ങളുമുണ്ട്. പിശാച ഭവനത്തിൽ നിന്ന് വിട്ടുമാറി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അവിടുത്തെ രാജ്യമായി മാറട്ടെ കർത്താവേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യുദ്ധത്തിൻ്റെ കെടുതിയിൽ നരകയാതന അനുഭവിക്കുന്ന മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിശാച് കൊണ്ടേ ഇടുന്ന ഈ ബന്ധനത്തിൽ നിന്ന് നിന്റെ മക്കൾ വിടുതൽ പ്രാപിക്കുവാൻ അവിടുത്തെ കരം മാനവരാശിയുടെ മുകളിൽ വച്ച് അവരെ പിശാചിൻ്റെ കരങ്ങളിൽ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിലറയിൽ അകപ്പെട്ട് സുവിശേഷം പറഞ്ഞു എന്നുള്ള നിന്റെ വചനം ദേശത്ത് അറിയിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഉപദ്രവമേൽക്കുന്ന പല ദൈവദാസന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ജയിലറകളിലുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പനിയുടെയും ചുമയുടെയും ഭാരത്താൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ശാരീരികമായി തളർന്നു പോയിട്ടുള്ളവരുണ്ട് കർത്താവേ. അതുപോലെ മറ്റു പല ശാരീരിക രോഗങ്ങളാൽ സ്തോത്രം വേദന അനുഭവിക്കുന്നവരുണ്ട്. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം മക്കൾക്ക് വന്നിരിക്കുന്നതിനായി സ്തോത്രം. അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഭൂമിയിൽ കെട്ടുന്നവർക്കും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നവർക്കും സ്വർഗത്ത് അഴിക്കപ്പെടും എന്നുള്ള അധികാരത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം, വിടുതലും സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം.
പ്രാർത്ഥന യാചന കേട്ടിരിക്കാവുന്ന നന്ദി. അപ്പോൾ യേശു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. മണ്ണിൽ മാനവരൊന്നായി തീരാൻ മിന്നും നിന്നുടെ തിരുമൊഴികൾ. മണ്ണിൽ മാനവരൊന്നായി തീരാൻ മിന്നും നിന്നുടെ തിരുമൊഴികൾ. എന്നും വഴിയായി തീരണമേ അജപാലകനാം മെസ്സിഹായേ. എന്നും വഴിയായി തീരണമേ അജപാലകനാം മെസ്സിഹായേ. സുന്ദര ശീതള കിരണം വീശും സുവിശേഷം പരമാനന്ദം. സർവജനത്തിനും ഏകണമേ ദൈവസുതാമി കരുണയോടെ. സർവജനത്തിനും ഏകണമേ ദൈവസുതാമി കരുണയോടെ. ദൈവസുതാമി കരുണയോടെ. സുന്ദര ശീതള കിരണം വീശും സുവിശേഷം പരമാനന്ദം.